സ്വത്തിന്റെ കാര്യത്തിനാണെങ്കിൽ നിന്ന് ബുദ്ധിമുട്ടണമെന്നില്ല. ഒരു തരി പൊന്നോ ഒരു തുണ്ട് ഭൂമിയോ നിനക്ക് തരുന്ന പ്രശ്നമില്ല. അതെങ്ങനെ ശരിയാവും? നാട്ടുകടപ്പനുസരിച്ചേ തന്തയുടെ വകകളൊക്കെ മക്കൾക്കാണ്. മക്കൾക്ക് തന്നെ. നിനക്ക് കുറെ തന്നതൊക്കെ നീ കൊണ്ടുപോയി തൊലച്ചല്ലേ. തൊലച്ചാലും ഇല്ലെങ്കിലും മുഴുവൻ എനിക്ക് തന്നല്ലോ. ആകെ ഒറ്റ മോനല്ലേ ഉള്ളൂ. ഉറപ്പിക്കാവോ? അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലേ? എന്റെ ചിന്ന വീട്ടിലെ എന്റെ അരിമപുത്രൻ ചിന്നാടനാണ് ഞാൻ എന്റെ സ്വത്തുക്കളെല്ലാം കൊടുക്കാൻ പോണത്. ഇനി ഈ കാര്യം പറഞ്ഞ് നീ എന്നെ കാണാൻ വരണ്ട. അച്ഛന് എന്തു പറ്റിയെന്നാ പറഞ്ഞത്? അച്ഛൻ സമാധിയായി വക്കീൽ സാറേ. സമാധിയാ? എന്ത് സമാധി എന്ന് കേട്ടിട്ടില്ലേ? അല്ല, ചോദിച്ചെന്നേ ഉള്ളൂ. എങ്ങനെയായിരുന്നു സംഭവം? രാവിലെ ഒരു കുറ്റി വീടിയും വലിച്ച് ഇവിടെ വന്നിരുന്നതാ. ഞാൻ വിചാരിച്ച അച്ഛൻ കക്കൂസി പോകാൻ വന്നിരിക്കുകയാണെന്ന്. പിന്നെ അല്ലേ മനസ്സിലായത് അച്ഛൻ സമാധിയാവാൻ വേണ്ടി പ്രാണായാമത്തിലിരിക്കുകയാണെന്ന്. പ്രാണായാമം തന്നെ. അല്ല വക്കീലേ, കാര്യങ്ങളൊക്കെ ഇനി എങ്ങനെ? അച്ഛൻ സമാധി സ്ഥിതിക്ക് സ്വത്തുക്കളെല്ലാം ഇനി എനിക്കല്ലേ? പക്ഷെ പങ്കജാക്ഷൻ, അതിലൊരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. എന്തോ പ്രശ്നം? അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഒരു വിൽപത്രം എഴുതിപ്പിച്ചിരുന്നു. അതിൽ പറയും പ്രകാരം ഇളയ മകൻ ചിന്നാടനാണ് സ്വത്തുക്കളുടെ ഏക അവകാശി. അല്ല, ചിന്നാട ഇവിടെ ഇല്ലേ? ചിന്നാടൻ ഇവിടെ അല്ല, അങ്ങ് മൂകാംബികയില്ല. അച്ഛൻ പണി പറ്റിച്ചല്ലേ. ഐ എം സോറി മിസ്റ്റർ പങ്ക്. കാര്യങ്ങൾ ലീഗലി ഇങ്ങനെ സ്ഥിതിക്ക് നമുക്കൊന്നും ചെയ്യാനില്ല. അല്ല വക്കീലേ, ഈ ചിന്നാടനും കൂടെ സമാധിയായി കഴിഞ്ഞാൽ സ്വത്തുക്കളൊക്കെ എൻ്റെ പേരിലാവും. എനിക്ക് അതിൻ്റെ നിയമസാധ്യതകളെ കുറച്ച് പഠിക്കണ്ടേ? ശരിയെന്നാ.